മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. നമ്മുടെയൊക്കെ ജീവിത സായാഹ്നത്തിൽ ഏതൊരു പിതാവും മാതാവും ആഗ്രഹിക്കും മക്കളുടെ സ്നേഹം, കരുതൽ, പരിഗണന. ഇതൊക്കെ നഷ്ടമാകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. എന്നാൽ അവിടെയും ചില നല്ല തുരുത്തുകളുണ്ട്. സ്നേഹത്തിൻ്റെ നന്മയുടെ വറ്റാത്ത ഉറവിടങ്ങളായ ചില നല്ല കുടുംബങ്ങൾ. അങ്ങനെയുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിൽ ആരാണ് ശ്രദ്ധാകേന്ദ്രം എന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നിലമ്പൂരടുത്ത് മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ഇടവകയിൽപ്പെട്ട വലിയ നിരപ്പേൽ കുടുംബത്തിലെ മറിയം എന്ന 105 വയസ്സ് പൂർത്തിയാക്കിയ ഒരമ്മയുടെ കുടുംബമാണ്. അമ്മയുടെ ജീവിത പങ്കാളി 37 വർഷം മുമ്പ് ജോസഫ് എന്ന ആ സഹോദരൻ മരിച്ചു. പിന്നീട് ഇവർക്ക് ഉള്ള മക്കളെ, ഇവർക്ക് 5 മക്കളുണ്ട്. അതിലൊരു മകനേ ഉള്ളൂ. ആ മകൻ മരിച്ചു 3 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ആ മരുമകളുടെ കൂടെയാണ് അമ്മ ഇന്ന് ജീവിക്കുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി മരുമകളും മകളും വ്യത്യാസമില്ലാത്ത രീതിയിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആ കുടുംബം സന്തോഷത്തോടെ മുന്നേറുന്ന കുടുംബം. ആ കുടുംബത്തിൻ്റെ വിവിധ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് വലിയ നിരപ്പേൽ കുടുംബത്തിന്റെ വിളക്കായ വല്യമ്മ മറിയം. ഇപ്പോഴും ജപമാല ചൊല്ലുന്ന ഈ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ എന്നും കൂട്ടാണ്. തനിക്ക് 63 വയസ്സുള്ളപ്പോഴാണ് ജീവിത പങ്കാളി ജോസഫ് തന്നെ തനിച്ചാക്കി പോയതെന്ന് അമ്മ ഓർക്കുന്നു. എങ്കിലും താൻ തനിച്ചല്ല. പ്രിയതമൻ്റെ നല്ല ഓർമ്മകളും ദൈവവും മാതാവും തനിക്ക് കൂട്ടുണ്ട് എന്നാണ് അമ്മയുടെ പക്ഷം. 7 മക്കൾക്ക് ജന്മം നൽകിയ അമ്മയുടെ 2 മക്കൾ നന്നേ ചെറുപ്പത്തിലെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. പിന്നീട് മകൻ ജോണും യാത്രയായി. പിന്നീട് അങ്ങോട്ട് 4 പെൺമക്കളെ വളർത്തിയത് ദൈവത്തിൽ ആശ്രയിച്ച്. അമ്മച്ചിയുടെ മൂത്ത മകളാണ് ഞാൻ. എൻ്റെ പേര് മേരി. കല്യാണം കഴിച്ചിരിക്കുന്ന പെരുന്തൽമണ്ണ മങ്കട എന്ന് പറയും. നെല്ലിക്കപ്പുറം എന്ന വീട്ടുപേര്. എനിക്ക് മൂന്ന് മക്കള്. സിബി, റീന, ജെസ്സി. പിന്നെ അമ്മച്ചിക്ക് 104 വയസ്സായി. നല്ല സ്നേഹവും ഇന്നുവരെ നല്ല പെരുമാറ്റവും. ഒത്തിരി സഹിച്ചു. എല്ലാവരെയും നല്ല സ്നേഹത്തോടെ ഇതുവരെ കൊണ്ടുനടന്നു. കൊച്ചുമക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം. അമ്മ വിശന്നല്ല ആര് വന്നാലും ഭക്ഷണം കൊടുക്കണം അമ്മയ്ക്ക് വലിയ നിർബന്ധം. അമ്മച്ചിരി ആ നല്ല മാതൃക ഇന്നും എല്ലാവരും പിൻചൊല്ലുന്നു. ആർക്കും ഒരു പരാതിയില്ല. നല്ല സ്നേഹവും. ഇപ്പം ഞാൻ എത്ര ദൂരെ ഇപ്പം ഭർത്താവില്ലാത്തതുകൊണ്ട് മിക്കവാറും ഞാൻ ഇവിടെ വന്ന് അമ്മച്ചീനെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കലുണ്ടേ. എൻ്റെ പേര് തെയ്യാമ്മ. ഞാൻ അമ്മയുടെ 2ാമത്തെ മകളാണ്. എനിക്ക് 3 മക്കൾ, 2 പെണ്ണും 1 ആണും. ഭർത്താവ് മരിച്ചുപോയി. അമ്മച്ചി നല്ല അമ്മച്ചിയായിരുന്നു. ഞങ്ങൾക്കെല്ലാം മാതൃകയായിരുന്നു. അമ്മച്ചിയുടെ മാതൃക അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചതും എല്ലാം ഞങ്ങൾക്ക് മാതൃക കാണിച്ചതും അമ്മച്ചിയാണ്. എൻ്റെ പേര് ആലീസ്. എനിക്ക് 3 മക്കളുണ്ട്. 1 ആണും 2 പെൺമക്കളും. പെൺമക്കൾ 2 പേരും ഇപ്പം അടുത്ത ദിവസങ്ങളിൽ UK പോയേക്കുവാണ്.
അവരുടെ കൊച്ചുമക്കളുണ്ട് ഇവിടെ. പിന്നെ മോൻ്റെ ഭാര്യ പോയിട്ടുണ്ട്, മോനും ഇവിടെ ഉണ്ട്. ഭർത്താവ് ഇപ്പം സുഖമില്ല, വീട്ടിലുണ്ട്, വന്നിട്ടില്ല. അമ്മച്ചി സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃകയാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ചെറുപ്പം മുതൽ അമ്മച്ചി ഒത്തിരി കഷ്ടത അനുഭവിച്ചതാണ്. എൻ്റെ പേര് റോസമ്മ. ഇവിടുത്തെ അമ്മച്ചിയുടെ ഇളയ മോളാണ്. എനിക്കിപ്പം 60 വയസ്സ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലം കഴിഞ്ഞു. കല്യാണം കഴിച്ച് വിട്ടത് പിന്നെ വിളയക്കാട്ട് മരോട്ടി എന്ന് പറയും, തോമസ്. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. 5 കൊച്ചുമക്കളും ഉണ്ട്. പിന്നെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഞങ്ങളെ എങ്ങനെയാണ് വളർത്തിയെന്ന് വെച്ചാൽ ഭയങ്കര സഹനമുള്ള ഒരാളാണ്, ഒത്തിരി സഹിക്കുന്ന ആളാണ്. ആ സഹനവും ക്ഷമയും സ്നേഹമൊക്കെ ഞങ്ങളെ ഇത്രയും എവിടെ ചെന്നാലും പിടിച്ചിരിക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ട്. അങ്ങനെ വളർത്തിയത്. ഒത്തിരി സ്നേഹമുള്ള അമ്മച്ചിയാണ്. ഒത്തിരി സഹിക്കാനും പഠിപ്പിക്കും. അങ്ങനെ സഹനമൊക്കെയുള്ള പിള്ളേരൊക്കെ അതേ രീതിയിൽ തന്നെ വളർന്നു പോയിക്കൊണ്ടിരിക്കും. എൻ്റെ പേര് മേരി. ഞാൻ ഈ വലിയനെരുപ്പ കുടുംബത്തിൽ വിവാഹിതയായി വന്ന മകളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോണ്. ഏക ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, 4 സഹോദരങ്ങളും. അവിടെ ഞാൻ വന്നതിൻ്റെ 3-ാമത്തെ മാസം മൂത്ത പെങ്ങളെ വിവാഹിതയായിപ്പോയി. അന്ന് മുതൽ പിന്നെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അമ്മയോടും ചാച്ചനോടും ഭർത്താവിനോടും ചേർന്ന് നിന്ന് ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരുന്നു. വലിയ സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു ജീവിത പങ്കാളിയും ഞാനുമായിട്ടും. ഞങ്ങൾ അങ്ങനെ ഒത്തൊരുമിച്ച് ഒരു കുടുംബം നയിച്ചു. ഞങ്ങളെ പിരിഞ്ഞ സഹോദരങ്ങളും നിന്നിട്ടില്ല, ഞങ്ങളും അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃകയാണ്. ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും അമ്മ എപ്പോഴും സന്തോഷവതിയാണ്. ഏത് വിശന്നിരിക്കുന്ന നേരത്തും അമ്മയിൽ നിന്നൊരു പരാതിയോ കണക്ക് കൂട്ടലോ ഞങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വന്നിട്ടില്ല. അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ നേട്ടമാണ്. കൊണ്ടുപോലും ഇല്ല പോലും അമ്മയുടെ പ്രകൃതി എപ്പോഴും ശാന്തതയാണ്. ഞങ്ങൾ ദേഷ്യപ്പെട്ടാലും ഞങ്ങളുടെ അമ്മ ദേഷ്യപ്പെടാറില്ല. എല്ലാം ശാന്തതയിൽ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാം നല്ല കരുതലാണ്. അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ സ്നേഹമാണ്. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ എനിക്ക് കൂടുതൽ താല്പര്യമാണ്. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് അതാണ്, മക്കളെ മാതാവിനെയും പിതാവിനെയും ദുഃഖിപ്പിക്കരുത്. അതിൽ നിന്ന് വരെ എന്നില്ലെന്ന് അത് അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തെ അറിഞ്ഞ് അമ്മ കിട്ടുന്ന സമയം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പേര് ജോസഫ്. ഞാൻ അമ്മയുടെ മൂത്ത മകൻ ജോണിൻ്റെ മകൻ ജോസഫാണ്. എനിക്ക് ഭാര്യയും 3 മക്കളും 2 മരുമക്കളും 3 കൊച്ചുമക്കളുമാണ് ഉള്ളത്. ഞങ്ങളെ അമ്മയെക്കുറിച്ചും ശാസനെക്കുറിച്ചും പറയുമ്പോൾ, ശാസൻ മരിച്ചുപോയി 10-35 കൊല്ലമായി. ശാസൻ വിശ്വാസത്തിൽ പള്ളിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൊച്ചുമക്കളെന്ന നിലയ്ക്ക് ഒത്തിരി മാതൃകയായിരുന്നു. മരിക്കുന്നവരെയും പള്ളിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ, ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മ ഞങ്ങളെ മടിയിൽ ഇരുത്തി കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുകയും വേദപാഠ ക്ലാസ്സുകളിൽ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്ത അമ്മയാണ്. അമ്മയെ എപ്പോഴും ഓർക്കുമ്പോഴും ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അമ്മ ഞങ്ങൾക്ക് എന്നും ഒരു മാതൃകയായിരുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിലെ തകർച്ചകളിലൊക്കെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ കൊച്ചുമക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ച ഒരു അമ്മയാണ്. ഇന്നും ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങളെ വിശ്വാസത്തെ അമ്മ വളർത്തി. ആ വിശ്വാസം ഞങ്ങൾ തുടർന്നുകൊണ്ട് പോരുന്നു. എൻ്റെ പേര് റീന. ഞാനിവിടെ അമ്മച്ചിയുടെ മൂത്ത മകളാണ്. ഞങ്ങളുടെ വീട് മങ്കടയാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് മാലാപറമ്പ് ഇടവക പാലൂർക്കോട്ടയാണ് ഞങ്ങളുടെ ഇടവക. പിന്നെ
എനിക്ക് 3 മക്കളുണ്ട്. അവർ ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ഒക്കെ അവർ സുഖമായി കഴിഞ്ഞു പോകുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ട അമ്മച്ചിയാണ്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അമ്മച്ചിയെ വിളിച്ച് ക്ഷേമങ്ങളൊക്കെ തിരക്കാറുണ്ട്. അമ്മച്ചി എപ്പോഴും സ്നേഹമായിട്ട് മാത്രമേ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ ഇതുവരെ. എവിടെ നിന്നാ എന്നാന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചി കിടിച്ച് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി, അങ്ങനെ ഒരു ഓർമ്മക്കുറവോ അങ്ങനെയൊന്നുമില്ല. ആ സ്നേഹം ഇപ്പോഴും ഞങ്ങളും മക്കളും എല്ലാവരും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അമ്മച്ചിയുടെ നിന്നാണ് ഞങ്ങൾക്ക് ക്ഷമയും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കൂടുതൽ പഠിച്ചിരിക്കുന്നത് അമ്മച്ചിയിൽ നിന്നാണ്. പിന്നെ അത് സന്ധ്യയായ സമയത്ത് നിർബന്ധമാണ് എല്ലാ വീട്ടിലും നേരത്തെ കുരിശുവര നമ്മൾ വിളിച്ചാൽ അമ്മച്ചി ആദ്യം ചോദിക്കുന്നത് കുരിശ് പ്രാർത്ഥന കഴിഞ്ഞോ എന്നാണ്. അപ്പോൾ ആ സമയമാണെങ്കിൽ ഞങ്ങൾ സ്തുതിയൊക്കെ പറഞ്ഞ് അമ്മച്ചീനെ സമാധാനിപ്പിച്ചിരുത്തും. പേര് സിബി. ഇവിടുത്തെ അമ്മച്ചിയുടെ മൂത്ത മകളുടെ മകനാണ്. മൂത്ത മകളുടെ മകനായതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹവും കരുതലും അമ്മച്ചി നമുക്ക് തന്നിട്ടുണ്ട്. സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ, സ്കൂൾ അടയ്ക്കുന്ന അന്ന് തന്നെ വന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഒരുപാട് കരുതലും സ്നേഹവും നമുക്ക് തന്നിട്ടുണ്ട്. അമ്മച്ചൊക്കെ വെച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സ്നേഹമുള്ള അമ്മച്ചിയാണ്. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും ആരോടെങ്കിലും പറഞ്ഞിട്ട് ഫോൺ വിളിപ്പിക്കും. അവനെ സിബീനൊന്നും കണ്ടില്ലല്ലോ, അവൻ്റെ ഒച്ചയൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കും. അങ്ങനെ ഒരുപാട് സ്നേഹവും കരുതലും തന്നിട്ടുള്ളൊരു അമ്മച്ചിയാണ്. എൻ്റെ പേര് റെനി. വല്യമ്മയുടെ മൂത്ത മകൻ ജോണിൻ്റെ മകൻ്റെ ഭാര്യ. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് ഇവിടെ. വല്യമ്മയും പിന്നെ അമ്മയും ഞാനും മോളും, അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ വല്യമ്മയെക്കുറിച്ച് പറയാൻ കൂടുതലുള്ളത്, എന്തെങ്കിലും മാനസികവും ശാരീരികവുമായി എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ കൂടുതലും വല്യമ്മ ഇങ്ങ് വന്നേടി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അടുത്ത് ഇങ്ങനെ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാരമില്ലടി എപ്പോഴും എന്നോട് പറയും, ഇതൊക്കെ മാറുമടി, നിനക്ക് നല്ലത് വരും, പിള്ളേരൊക്കെ വലുതാകുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാവുമടി, എനിക്ക് നല്ല സന്തോഷം വരുവടി എന്ന് പറയും. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചിരി താമസിച്ച അവൾ എത്തിയില്ലേ എന്നിങ്ങനെ എപ്പോഴും ഞങ്ങളിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കും. പിന്നെ എപ്പോഴും പിന്നെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ എത്രയും നേരം മാതാവ് ചൊല്ലിയാൽ മതി, ഇതൊക്കെ മാറിക്കോളും. മാതാവിനെ പിന്നെ 24 മണിക്കൂറും എപ്പോഴും നന്മ നിറഞ്ഞ മറിയമ്മേ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ചിട്ടയായ രീതിയാണ് അമ്മയ്ക്ക് എപ്പോഴും. ഭക്ഷണത്തിനാണെങ്കിലും അങ്ങനെ ഒത്തിരി ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒരു സാധനവും കഴിക്കത്തില്ല. അമ്മയ്ക്കൊരു പ്രഷറോ ഷുഗറോ വേറെ ഒരു അസുഖങ്ങളോ ഒന്നുമില്ല. പിന്നെ പ്രായത്തിൻ്റെതായ കാലിന് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ശൈലേഷ്. ഞാനിവിടുത്തെ വല്യമ്മയുടെ 2ാമത്തെ മോളുടെ മോനാണ്, മൂത്ത മോനാണ്. കുറച്ച് കാലങ്ങളായിട്ട് വിദേശത്തായിരുന്നു. ഇപ്പോൾ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഓർമ്മ വെച്ച കാലം മുതൽ, ചെറുപ്പം മുതൽ ഈ സമയം വരെ ഏത് സമയത്താണെങ്കിലും അമ്മേനെ ഒന്ന് കാണാൻ ഓടിയെത്താനും അമ്മേൻ്റെ ഒരു സ്നേഹം അനുഭവിച്ചറിയാൻ, ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ കുടുംബത്തിൽ ആർക്കാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും മക്കളോടൊക്കെ അമ്മ പ്രത്യേക ഒരു കെയറിങ് ആണ് എല്ലാവരോടും. പിന്നെ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അമ്മ പ്രാർത്ഥിക്കാനും ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാനും എല്ലാവരെക്കാളും കൂടുതൽ താല്പര്യം എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, അത്രയും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ് അമ്മ. സമയം കിട്ടുമ്പോഴൊക്കെ ഓടിയെത്താനും, ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് ജോലി തിരക്കിനിടയിലൊക്കെ ഓടിയെത്താനും അമ്മേനെ കാണാനും കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കുശലം പറഞ്ഞിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് അമ്മയുടെ കൂടെ ആയിരിക്കാൻ. എൻ്റെ പേര് അഖിൽ. ഞാൻ റോഗേഷൻസ് സന്യാസഭയിലെ അംഗമാണ്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ആയിരുന്നു എൻ്റെ ഓർഡിനേഷൻ. 1 മാസമേ ആയിട്ടുള്ള വട്ടം കഴിഞ്ഞിട്ട്. ഞാൻ വല്യമ്മച്ചിയുടെ മകളുടെ മകനാണ്, കൊച്ചുമകളുടെ മകൻ. വല്യമ്മച്ചിയെ ചെറുപ്പം മുതൽ കാണുന്നതാണ്, ഞങ്ങളൊക്കെ തീരെ കുഞ്ഞായപ്പോൾ മുതൽ കാണുന്നതാണ്. എപ്പോൾ കണ്ടാലും ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ചോദിക്കുന്ന ഒരാളാണ് വല്യമ്മച്ചി. എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഒരിക്കൽ പോലും ഞങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഓർത്ത് വെക്കുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട് വല്യമ്മച്ചി. എപ്പോഴും കൊന്തയോടെ അല്ലാതെ, പ്രാർത്ഥനയോടെ അല്ലാതെ വല്യമ്മച്ചിനെ ഒരിക്കലും കണ്ടിട്ടില്ല. എപ്പോഴും സന്തോഷത്തോടെയാണ് വല്യമ്മച്ചി എപ്പോഴും ഇടപെടുക, ചിരിച്ചുകൊണ്ടാണ് വല്യമ്മച്ചി ഇടപെടുക. എപ്പോൾ കണ്ടാലും ശബ്ദം എവിടെന്നെങ്കിലും ഒന്ന് ശബ്ദം കേട്ടാൽ മതി, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. വിളിച്ചിരുത്തി ഒരുപാട് നേരം വർത്തമാനം പറയും. അതുപോലെ എപ്പോഴും കൊന്തയില്ലിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചി എപ്പോഴും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒരു പ്രചോദനമാണ്. അമ്മച്ചിയുടെ കൊന്തയിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. കാരണം അമ്മച്ചി എപ്പോഴും ആ കൊന്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാലൊക്കെ തീർച്ചയായിട്ടും അമ്മച്ചിയുടെ സാന്നിധ്യം ഓർക്കാനും അതുപോലെ അമ്മച്ചിയുടെ ആ സാന്നിധ്യം എപ്പോഴും ഒരു ശക്തിയായിട്ട് മാറാറുണ്ട്. ബ്രദർ ടിനു വലിയനിരപ്പിൽ VC. ഞാനൊരു വിൻസെൻഷൻ സഭാംഗമാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ 3-ാം വർഷ തത്വശാസ്ത്ര പഠനം നടത്തുന്നു. ഞാൻ അമ്മയുടെ മകൻ ജോണിൻ്റെ മകൻ ടോമിയുടെ മകനാണ്. അമ്മച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്നേഹമുള്ള അമ്മയാണ് അമ്മച്ചി.
ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചകളിലൊക്കെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മയോട് ഞാൻ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അമ്മച്ചി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിനക്ക് തരാനൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിശേഷിപ്പിക്കും പ്രാർത്ഥിക്കുന്ന അമ്മയെന്ന്. ഇപ്പോൾ വീട്ടിൽ അവധിക്ക് ചെല്ലുമ്പോഴൊക്കെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ വീട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് അമ്മയാണ്. മധുരം ജീവിത സായാഹ്നം മഹനീയ. നിരാശയും പരിഭവവും പരാതിയുമില്ലാതെ സ്നേഹം മാത്രം വിളമ്പിക്കൊടുക്കുന്ന ഈ അമ്മയെ കാണുമ്പോൾ വലിയ നിരപ്പേൽ കുടുംബത്തിലെ 5 തലമുറയും ആർത്തുല്ലസിക്കുകയാണ്. നീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. എൻ്റെ പേര് ടീന. ഞാൻ അമ്മച്ചിയുടെ മോൻ്റെ മോളാണ്. നാലാമത്തെ തലമുറയാണ്. ഞാൻ OT ടെക്നീഷ്യൻ പഠിക്കുകയാണ്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. അമ്മച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടുത്തൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല, അമ്മ ദേഷ്യപ്പെടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആരെന്ത് പറഞ്ഞാലും, അമ്മച്ചിയോട് എന്ത് പറഞ്ഞാലും തിരിച്ച് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മയുടെ കയ്യിൽ ഈ കൊന്ത ഉണ്ടാവും. ഈ കൊന്ത മാറിയിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിക്കും, എവിടെ കൊന്ത, എൻ്റെ കൊന്ത എന്തെന്ന് ചോദിക്കുക. ഇപ്പം നമ്മൾ താഴെ പോയാലും അമ്മയ്ക്ക് അറിയാം. പിന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും, എന്താ ഇപ്പം നമ്മളോടൊക്കെ ഒരു വിഷമം വന്നാലും അമ്മച്ചോട് ചെന്ന് പറഞ്ഞാലും അമ്മ പറയും സാരമില്ല എന്നൊക്കെ പറയത്തുള്ളൂ. ഈ അമ്മച്ചി എനിക്ക് നല്ലൊരു അനുഗ്രഹം. ഞാൻ എപ്പോഴും ഈ അമ്മച്ചീൻ്റെ കൂടെ ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മക്കൾക്ക് അമ്മയെക്കുറിച്ചോ കൊച്ചുമക്കൾക്ക് അമ്മാമ്മയെക്കുറിച്ചോ അധികമൊന്നും പറയാനില്ല. ആകെയുള്ളത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചു മാത്രം. എൻ്റെ പേര് ആൻതരേസ. ഞാൻ 5ാം തലമുറയാണ്. അമ്മച്ചിക്ക് ഞങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് അമ്മച്ചീനെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ വരുമ്പോൾ അമ്മച്ചി കെട്ടിപ്പിടിച്ചു വരും. എൻ്റെ പേര് ടിൻഡോ. ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോൻ്റെ മോനാണ്. അപ്പോൾ അമ്മച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കാര്യത്തിനും ഇതുവരെ പരാതി പറഞ്ഞ് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കാരണം അതായത് കൊടുക്കുന്ന ഭക്ഷണത്തിലായാലും എടാ എനിക്കിത് വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അതായത് അമ്മയുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അമ്മ പഴയ കാലം തൊട്ട് കഴിച്ചു വന്ന ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കാം. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾക്കാർക്കും അങ്ങനെ കപ്പയൊന്നും ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ കഴിക്കാത്തപ്പോൾ അമ്മ പറയും കപ്പയൊക്കെ കഴിക്കി. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. പച്ചക്കറികളൊക്കെ കഴിക്കണം. ഞങ്ങളാരും പച്ചക്കറി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു അമ്മയാണ്. അതായത് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ എന്ത് വിഷമം അമ്മേനോട് വന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് അതിന് പ്രതിവിധി ഉണ്ട്. നമ്മളോട് തിരിച്ച് പറയാൻ എന്തെങ്കിലുമൊക്കെ, അതായത് അമ്മയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അമ്മ എങ്ങനെയാണ് നേരിട്ടതെന്ന് അമ്മ നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമ്മളെ, അതായത് ആ പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നുള്ളൊരു മെസ്സേജ് പോലെ അമ്മ നമ്മളോട് പറയാറുണ്ട്. അതായത് അമ്മയുടെ ജീവിതം എപ്പോഴും ഞങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് എപ്പോഴും ഒരു പാഠമായിട്ട് നിന്നൊരു ജീവിതമാണ് അമ്മച്ചിയുടെ. എൻ്റെ പേര് ജീന. ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമകൻ്റെ മോളാണ്. 4ാം തലമുറയിൽപ്പെട്ട ആളാണ്. അമ്മച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ജപമാല ചൊല്ലുന്ന അമ്മച്ചിയാണ്. 24 മണിക്കൂറും നമ്മൾ ഏത് സമയത്ത് ഇവിടെ വരുമ്പോഴും അമ്മയുടെ കയ്യിൽ ജപമാല ഉണ്ടാവും. അപ്പോൾ എൻ്റെ പപ്പയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മയുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കുടിയേറി പാർത്ത സമയത്ത് ഇവിടെ ജീവിക്കാൻ അല്ലെങ്കിൽ മക്കളെ വളർത്താനൊക്കെ ആയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ചൊരു ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ അമ്മേ ഞങ്ങളൊരു എക്സാമിന് പോവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിങ്ങനെ ഒരു വിഷമമുണ്ട്, അമ്മ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം ഇതാണ്, സാരമില്ല കേട്ടോ, കുറേ വിഷമങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു നന്മ തരും. അതെനിക്ക് തോന്നുന്ന അമ്മയുടെ ജീവിതത്തിൽ അമ്മ അനുഭവിച്ച ഒരു പാഠം നമുക്ക് പകർന്നു തരുന്നതാണ്. അമ്മയുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ കുടുംബത്തെ ഇപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ട് നിലനിർത്തുന്നത്. നന്മ നിറഞ്ഞ മറിമേ രസത്തി കർത്താവിനോട് വെളിയിൽ അങ്ങയുടെ പ്രാവശ്യം അനുഗ്രഹപ്പെട്ടുള്ളതാണ്. അങ്ങയുടെ പ്രാവശ്യം അനുഗ്രഹപ്പെട്ടതാണ്. ഭസ്മറിയെ അഭിരാജമ്മേ പാവിടാതെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ വിടാതെ അപേക്ഷിച്ചുള്ളത് അമ്മ. ഞാൻ 4ാം തലമുറയിലെ ജീനയുടെ ഭർത്താവാണ്. എൻ്റെ പേര് എബ്രാം എന്നാണ്.
ഞാൻ ഏകദേശം 2012 മുതലാണ് ഈ ഒരു വലിയ നിരപ്പേൽ ഫാമിലിയിലേക്ക് കടന്നു വരുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത് സ്നേഹബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞതും. ഒരു പാഠം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്, നല്ലൊരു മെസ്സേജും അതൊക്കെ തന്നെയാണ്. ഇവരുടെ ഒരു കൂട്ടായ്മ വലിയൊരു ഇതാണ്, വലിയ നിരപ്പേൽക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. എപ്പോൾ വന്നാലും ഒരു ചായ കുടിക്കാതെ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാതെ ഇവിടുന്ന് വിടുകയില്ല. അതേപോലെ എപ്പോൾ വന്നാലും ഒരു ഉമ്മ ഉണ്ടാവും, അമ്മച്ചിയുടെ വകയായിട്ട് എപ്പോഴും ഒരു ഉമ്മ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതും കെട്ടിപ്പിടിച്ചായിരിക്കും ഉമ്മയൊക്കെ തരുന്നത്. അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മൾ മിക്കവാറും ഞാൻ എൻ്റെ തറവാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്നിട്ട് അമ്മച്ചിയെ കണ്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സന്തോഷമുള്ള ഒരു നിമിഷം എന്നൊക്കെ പറയുന്നത് ഈ വലിയ നിരപ്പയിലൊക്കെ ഇവിടെ വരുമ്പോഴാണെന്നാണ് ശരിക്കും പറയാൻ കഴിയുന്നത്. അമ്മ എത്ര കൊന്തയില്ലു ഒരു ദിവസം? എത്ര കൊന്തയില്ലു? ഞാനൊരു ദിവസം ചെല്ലുന്നത് ഒരു കണക്കില്ല, എനിക്കത് എത്തുന്ന പോലെയൊക്കെ ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പൊക്കെ കുറവാണ്, ഇപ്പം മറന്നു പോവുക. ഇപ്പം അതുപോലെ ചെല്ലുന്നില്ല, ഇപ്പം കുറവാണ് ചിലവ്. ഈ വലിയ നിരപ്പേൽ അമ്മയുടെ കുടുംബത്തെ മാസം തോറും വന്ന് സന്ദർശിക്കുകയും കുർബാനയ്ക്ക് കൊടുക്കുകയും ചെയ്ത് ഇവരോടൊപ്പമായിരിക്കുന്ന ഇടവകയുടെ വികാരിച്ചൻ തോമസ് മണക്കുന്നേലച്ചൻ ഇപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിലെ വികാരിച്ചനാണ്. മാനന്തവാടി രൂപതയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂർ മണിമൂളി പ്രദേശത്തുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുക. വലിയ നിരപ്പേൽ കുടുംബം വളരെ നന്നായിട്ട് ഇടവകയുമായി സഭയുമായി ചേർന്ന് പോകുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. 2 വർഷമായി അവിടെ വന്നിട്ട് 105 വയസ്സുള്ള അമ്മച്ചിയെ എല്ലാ മാസവും കാണാറുണ്ട്. പരിശുദ്ധ കുർബാന എല്ലാ മാസവും രോഗികൾക്ക്, പ്രായം ചെന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയെ എല്ലാ മാസവും കാണുവാനും കുമ്പസാരിപ്പിക്കുവാനും ഒക്കെ കഴിയുമ്പോൾ അമ്മച്ചിയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് മക്കളിലൂടെ, കൊച്ചുമക്കളിലൂടെ ഒക്കെ പ്രഭാതത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുക അത് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ ഒക്കെ വിശ്വാസ തീക്ഷ്ണതയാണ്. അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം എല്ലാ രംഗങ്ങളിലും സഭയോട് ചേർന്ന് നിന്ന് പോകുന്ന കാണുവാൻ സാധിക്കുന്നു. ഇടവക പ്രവർത്തനങ്ങളെല്ലാം സജീവമായി പ്രവർത്തിക്കുന്നു. അത് ഇവർ കൊടുത്ത ആ വലിയ വിശ്വാസത്തിൻ്റെ മനോഹരമായ മാതൃകയാണ്. മക്കളെന്നോ മരുമക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കരുതിയപ്പോൾ മക്കളെല്ലാവരും ഒന്നായി. അങ്ങനെ ഇവിടുത്തെ പാചകത്തിലെ പ്രധാന രുചിക്കൂട്ടും സ്നേഹമായി മാറി. വലിയ നിരപ്പേൽ കുടുംബത്തിലെ 5 തലമുറയും ആർത്തുല്ലസിക്കുകയാണ്. ഒപ്പം അയൽവാസികളും കുടുംബ സുഹൃത്തുക്കളും. പ്രിയ സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളിൽ ഏറെ മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിലേറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ്. പ്രായമായ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്ന, മക്കളാൽ ബാധ്യതയായിട്ടും അധികപ്പറ്റായിട്ടും ശാപമായിട്ടും ഒക്കെ കരുതുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം, പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെ ആക്കിയെടുക്കാം
സന്തോഷത്തോടു കൂടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന ഒരു നല്ല സന്ദേശം നമുക്കിപ്പോൾ കേൾക്കാം. പഠിച്ച് ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? ഈ നന്മകൾക്ക് നന്ദി പറയാതെ നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അറിയാതെ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളെ തള്ളി പറയുന്ന സ്വഭാവം. പലപ്പോഴും മാതാപിതാക്കൾ വേദനയോടുകൂടി പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ജന്മം നൽകി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുത്ത് അതുപോലെ തന്നെ കല്യാണം കഴിപ്പിച്ച് എല്ലാ സൗകര്യങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേണ്ട, ഞങ്ങൾ അവർക്ക് ശല്യമായി, ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു, വേറെ വീട് പണിത് പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, ഞാൻ നാട്ടിലുണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്നു. എന്തൊരു നന്ദികേടാണത്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കെപ്പോഴും പ്രയാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ സ്വീകാര്യത നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണിത്. അതുകൊണ്ട് നമുക്കറിയാലോ, ഈ പരസ്നേഹം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ദൈവപ്രമാണങ്ങൾ 10 പറഞ്ഞതിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ടാണ്. ബാക്കിയുള്ള 7 പ്രമാണങ്ങളാണ് സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. സഹോദര സ്നേഹത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ബേസിക് ആയിട്ടുള്ളത് സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കലാണ്, സ്വന്തം മാതാപിതാക്കളുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ വലിയ നിരപ്പേൽ കുടുംബത്തിൽ എത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. കാരണം ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ഈ വലിയ നിരപ്പേൽ കുടുംബമാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതിൻ്റെ ഏക ക്രെഡിറ്റ് ഈ അമ്മയ്ക്കാണ്. 105 വയസ്സ് പൂർത്തിയാക്കി അതിൻ്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലും കഴിയുന്ന ഈ അമ്മയും അമ്മയ്ക്ക് ചേരുന്ന മക്കളും. അമ്മ സ്നേഹം കൊടുത്തു. ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഈ അമ്മയാണ്. പല മക്കളും മാതാപിതാക്കൾ ഭാരമായിട്ടും അധികപ്പറ്റായിട്ടും ശല്യമായിട്ടും കരുതുന്നിടത്ത് ഈ മക്കൾ ഈ അമ്മയെ ഭാഗ്യമായി കരുതുകയാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ബോധ്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, സ്നേഹം കൊടുക്കുന്ന കാര്യത്തിൽ, അതും സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെ വിശ്വാസം നൽകി, ബോധ്യങ്ങൾ നൽകി രൂപപ്പെടുത്തി എടുത്ത മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അവരാണ് മാതാപിതാക്കൾക്ക് പ്രായമായി കഴിയുമ്പോൾ അനുഗ്രഹമായി മാറുന്നത്. ഈ ഭവനത്തിൻ്റെ ഐശ്വര്യം, ഈ ഭവനത്തിൻ്റെ എല്ലാമായ വെളിച്ചമായ ഈ അമ്മയ്ക്കും വലിയ നിരപ്പേൽ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും 5 തലമുറ വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ മക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. മധുരം കുടുംബത്തിൽ എങ്ങനെ സ്നേഹദീപമായി ശോഭിക്കാം എന്ന് ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് ഈ അമ്മ. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു നല്ല കുടുംബത്തെ പരിചയപ്പെടുന്നതുവരെ നന്ദി.